വിവാഹം കഴിഞ്ഞ് 1.5 മാസത്തിന് ശേഷം ആദ്യം ഭാര്യയും പിന്നാലെ ഭർത്താവും ജീവനൊടുക്കി. 10 ദിവസത്തെ ഹണിമൂണിനായി ശ്രീലങ്കയിലേക്ക് പോയ ഇരുവരും 5 ദിവസത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്കെത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ ആദ്യം നവവധുവിനെയും പിന്നാലെ വരനെയുമാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വരന്റെ അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബംഗളൂരുവിലാണ് സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 29-നാണ് ഇരുവരുടെയും വിവാഹം നടക്കുന്നത്. ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് വിവാഹം നടന്നത്. എന്നാൽ സൂരജിന്റെ കുടുംബം ഇതിൽ അസംതൃപ്തരായിരുന്നു. ഇതിനു പിന്നാലെ തന്റെ എല്ലാ ബന്ധുക്കളെയും ഉൾപ്പെടുത്തി വലിയ ഒരു സൽക്കാരം സംഘടിപ്പിക്കണമെന്ന് പെൺകുട്ടിയുടെ പിതാവിനോട് സൂരജും കുടുംബവും ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ നവംബർ 23-ന് പാലസ് ഗ്രൗണ്ടിൽ 40 ലക്ഷം രൂപയിലേറെ ചിലവഴിച്ചാണ് പെൺകുട്ടിയുടെ പിതാവായ ശശികുമാർ വിവാഹ സൽക്കാരം സംഘടിപ്പിച്ചത്. ഇവർ ആവശ്യപ്പെട്ട പ്രകാരം ആഡംബരപൂർവമായ സൽക്കാരം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും നവവധുവായ ഘനവിക്ക് സൂരജിന്റെ വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്നിരുന്നത് കൊടിയ പീഡനമായിരുന്നു. നിലവിൽ ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും സ്ത്രീധനവും കൂടാതെ 6 സെറ്റ് സ്വർണ്ണാഭരണങ്ങളും ഒരു ഇന്നോവ കാറും വേണമെന്നതായിരുന്നു സൂരജിന്റെ ആവശ്യം. ഇതിനായി സൂരജ് നിരന്തരം ഘനവിയുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ഇവർ 10 ദിവസത്തെ ഹണിമൂൺ ട്രിപ്പിനായി ശ്രീലങ്കയിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെ വെച്ചും ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. സ്ത്രീധനത്തിന്റെ പേരിൽ സൂരജ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും വിസമ്മതിച്ചിരുന്നു. തന്റെ ആവശ്യം നിറവേറ്റിയാൽ മാത്രമേ താൻ ആദ്യരാത്രിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നാണ് സൂരജ് ഘനവിയോട് പറഞ്ഞിരുന്നത്. ശ്രീലങ്കയിൽ വെച്ച് തർക്കം രൂക്ഷമായതിനെ തുടർന്നാണ് ഇരുവരും ഹണിമൂൺ അവസാനിപ്പിച്ച് നേരെ ബാംഗ്ലൂരുവിലേക്ക് തന്നെ തിരിക്കുന്നത്. തുടർന്ന് വീട്ടിലെത്തിയ ശേഷം ഘനവിയുടെ അച്ഛനെ വിളിച്ച് മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ സൂരജ് ആവശ്യപ്പെടുകയായിരുന്നുവത്രേ. തുടർന്ന് വീട്ടിലെത്തിയ ശേഷം കഴിഞ്ഞ 24-ാം തീയതി ഉച്ചയോടുകൂടി യുവതിയെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിറ്റേന്ന് മരണം സംഭവിച്ചു. മരണശേഷം സൂരജിനും അമ്മ ജയന്തിക്കും മൂത്ത സഹോദരനുമെതിരെ ഘനവിയുടെ വീട്ടുകാർ സ്ത്രീധന പീഡനത്തിന് പരാതി നൽകിയിരുന്നു. ഹണിമൂണിന് പോയ സമയത്ത് ഘനവിക്ക് പനിയുണ്ടായിരുന്നുവെന്നും എന്നാൽ സൂരജ് യുവതിക്ക് ഭക്ഷണവും വെള്ളവും അടക്കം നിഷേധിച്ചിരുന്നുവെന്നും യുവതിയുടെ പിതാവ് ആരോപിക്കുന്നു. കൂടാതെ തങ്ങളോട് സൂരജ് സ്വന്തമായി ഒരു റിസോർട്ട് നടത്തുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെന്നും എന്നാൽ അയാൾ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരൻ മാത്രമായിരുന്നു എന്നും പിതാവ് പറയുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ സൂരജും അമ്മയും സഹോദരനും ചേർന്ന് നാഗ്പൂരിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇന്നലെയാണ് സൂരജും അമ്മയും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ.